ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ക്ലീനിങ് ഡേറ്റ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഫുൾ വൃത്തിയാക്കലായി കഴിയുന്ന വീടൊക്കെ ഏകദേശം രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ക്ലീൻ ആക്കലുണ്ട് ഞാൻ. അപ്പോൾ എല്ലാവരും അധികം പറയലുണ്ടല്ലോ, നിങ്ങൾക്ക് ജോലിക്കൊന്നും പോകണ്ടല്ലോ, വീട്ടിൽ വെറുതെ ഫോൺ നോക്കി കുത്തിയിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ടല്ലോ. അവർക്കുള്ള ഉൾക്കൊള്ളിച്ച് വീഡിയോ ഇട്ടത്. പിന്നെ ഇതിൽ നമുക്ക് അത്രയും സിമ്പിളായിട്ട് ചെനാഗ്രസിൻ്റെ ആവശ്യമില്ല, അത്രയും ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പി കാണിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് ലേശം നിസ്കാരമൊക്കെ എനിക്ക് കടന്നേനെ കേട്ടോ. പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ, 2 ദിവസം കറക്റ്റ് ലീവ് വന്നിട്ടുണ്ട്, ഭയങ്കര മഴയായിട്ട്. പക്ഷേ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ കാണുന്നത്. അത് പിന്നെ എപ്പോൾ അങ്ങനെ തന്നെയാണ് എന്തായാലും. അങ്ങനെ രാവിലെ തന്നെ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാൻ നിൽക്കലുള്ളൂ. അങ്ങനെ മീൻ്റെ ഒക്കെ ഒരു ഏകദേശം പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് അത് ഫുൾ ക്ലീൻ ആക്കിയ ദിവസമല്ലേ, നാസ്ത ഉണ്ടാക്കണ്ടേനു. മക്രോണി തലേ ദിവസത്തെ ഉണ്ടായിരുന്നു. വീടൊക്കെ ക്ലീനാക്കിയ ദിവസം രണ്ടാഴ്ച കുറച്ച് എപ്പോഴും ഇതുപോലെ ക്ലീനാക്കിയ ദിവസം ഒന്നല്ലല്ലോ, രണ്ടാഴ്ച കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ തലേ ദിവസത്തെ മക്രോണി ബാക്കിയുണ്ടായിരുന്നു. നാസ്ത അതാക്കേണ്ട പണിയില്ല, നാസ്ത ബാക്കിയുണ്ട്. ഇപ്പോൾ ചോറ് ഉമ്മവേ ആക്കാൻ നിന്നോ, കിച്ചണിലേക്ക് ഇറങ്ങാൻ സമയമെന്ന് പറഞ്ഞു ഞാൻ. കാരണം ചെല്ലും രണ്ടും കൂടി ഒപ്പരം നടക്കൂലപ്പാ. പക്ഷേ വൈകിട്ട് ഫുൾ ഇന്ന് ക്ലീൻ ഡേ ആയതുകൊണ്ട് പിന്നെ എല്ലാം കൂടിയിട്ട് ഒപ്പരം നമ്മൾ സൈഡായി പോയല്ലോ. തന്നെ അധികം നമുക്കിതിൻ്റെ പണി എല്ലാ ദിവസവും ഉണ്ടാകുന്ന പണി തന്നെയല്ലേ ഇത്. ഒരു ദിവസം പോലെ നമുക്ക് ലീവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അല്ലാതെ നമ്മൾ അൽഹംദുലില്ലാ എന്നാൽ നമ്മൾ മടി കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലേ. പക്ഷെ ജോലി ഉള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വെറുതെ പറയുന്നില്ലേ, ജോലി എടുക്കുന്നവർക്ക് അവർക്ക് മാസം ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. അവർക്ക് ജോലിൻ്റെ കാര്യം നോക്കണം, വീട്ടിലത്തെ വന്നിട്ട് ബാക്കി കാര്യം നോക്കണം, എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഡെയിലി തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നേ, വീടിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സങ്കടം കൊണ്ട് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞതാണ്. എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാ. കുടിച്ചതിന് ശേഷം പിന്നെ നേരെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഫോണൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഫോൺ നോക്കിയില്ലെങ്കിൽ അടക്കം ജസ്റ്റ് നോക്കിപ്പോലെ അങ്ങനെ നോക്കിക്കറങ്ങി കഴിഞ്ഞ ശേഷം പിന്നെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മുറ്റമൊക്കെ അടിച്ചു വാരാനും അതുപോലെ ചെടിയൊക്കെ ജസ്റ്റ് ഒന്ന് അപ്പുറം മാറ്റി വെക്കാനൊക്കെ. ചെടി അധികം വെള്ളം കൊണ്ടൊക്കെ കേട് സംഭവിക്കുമല്ലോ, ചളിയൊക്കെ അടിഞ്ഞിട്ടെല്ലാം. അപ്പോൾ ജസ്റ്റ് കുറച്ച് ചെടികൾ അങ്ങോട്ടേക്ക് മാറ്റി കാർ ഷെഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഒരേ മഴ തന്നെയാണല്ലോ, ഇന്നെന്താ നല്ല നേരം വെളുത്തിട്ട് കുറച്ച് ആറ്റൊക്കെ കാണുന്നുണ്ട്. എനിക്ക് നിറച്ചും കായ്ക്കുന്നില്ലേ, അതിന് അധികം വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പിന്നെ കടലാസ് ചെടിയില്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റോസാപ്പൂ, പിന്നെ അധികം പൂ കായ്ക്കാത്ത ചെടികൾ ഭയങ്കര ഒരു താല്പര്യമുള്ള ചെടികളോട്, അങ്ങനത്തെ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം വീട്ടിൽ കൂടി ഏകദേശം 2-3 മാസമായിട്ടല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ചെടിയൊക്കെ ഒരുപാട് ഇനി വാങ്ങിക്കൂട്ടണം എന്നൊക്കെ ഉണ്ട്. കുറച്ചൊന്ന് കേട്ടെ, എല്ലാം ഒപ്പം നടക്കൂലല്ലോ. അങ്ങനെ മുറ്റത്ത് കാട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീനാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് മഴക്കാർ വരുന്നുണ്ട്, പിന്നെ വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. സിംബയിന് എപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും കേട്ടോ. അത് എപ്പോൾ അടിച്ചു വന്ന സമയത്തായിക്കോട്ടെ, പുറത്തേക്കോട്ടെ അകത്തേക്കോട്ടെ കൂടെ തന്നെ ഉണ്ടാകും. പിന്നെ രാവിലെ മുറ്റത്ത് പോകുന്ന മുന്നേ ഞാൻ മിഷനിൽ ഇളക്കാണ്ടിട്ടുണ്ടായിരുന്നു. ഉണക്കി കഴിഞ്ഞ പാടുന്ന വേദന ഏറ്റവും ബെസ്റ്റ് വെച്ചാൽ ആ സമയം കൊണ്ട് തന്നെ ആടുന്നതിന് ഉണക്കി കഴിഞ്ഞ പാടും. നമ്മൾ മടി പിടിച്ചിട്ട് വൈകിട്ടാലിടാം, ഉച്ചക്കാരുടെ മടിച്ചെന്നാൽ പിന്നെ അത് അവിടെ തന്നെ ഉണ്ടാകുക ചെയ്യാം. പിന്നെ ആദ്യമൊക്കെ ഇങ്ങനെ ആയിരുന്നു കേട്ടോ, ഇപ്പം മാറിയാലോണം. നമ്മൾ മടി പിടിച്ചിരുന്നാൽ പിന്നെ എല്ലാം കൊണ്ട് ലേറ്റ് ആവല ഉണ്ടാകുക. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന പുഡിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമല്ലോ, ഏതൊരു വെറൈറ്റി പുഡിങ് ആക്കിയാലും ജസ്റ്റ് തൽക്കാലത്തേക്ക് ഒരു പ്രശ്നമൊക്കെ പിന്നെ ആക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ പഠിച്ചവനെ ഈ ഒരു പുഡിങ് സത്യം പറഞ്ഞില്ല, ഞാനൊരു 4-ാമത്തെ 5-ാമത്തെ വട്ടം ഉണ്ടാക്കുന്നത്. എൻ്റെ കുട്ടിക്ക് പുഡിങ് ഉണ്ടാക്കിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഡിങ് കേട്ടോ ഇത്. ചിനഗ്രസ് ഒന്നും ആവശ്യമില്ല, അവളെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇത്. അപ്പം ഉറപ്പായും എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക. അപ്പം ഞാനിവിടെ എടുത്തതെന്ന് വെച്ചാൽ 1 ലിറ്ററിൻ്റെ അളവിനനുസരിച്ചാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സാധാരണ പൊടിയൊക്കെ ഉണ്ടാക്കുമ്പം ഈ കസ്റ്റാർഡ് പൗഡർ തണുത്ത പാൽ മാറ്റി വെക്കുന്നില്ല, അതിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് ചെറിയ പുഡിംഗ് ട്രേ ഒക്കെ ആണെങ്കിൽ സാധാരണ 1/2 ലിറ്റർ പാൽ മതി കേട്ടോ. ഇത് കുറച്ച് വലിയ പുഡിംഗ് ട്രേ ആയതുകൊണ്ടാണ് ഞാൻ 1 ലിറ്ററിന് അളവനുസരിച്ച് എടുത്തത് ഞാൻ. ഇനി നമുക്ക് പാലിലേക്ക് ലേശം ഏലക്കായ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരമൊക്കെ നിങ്ങളനുസരിച്ചിട്ട് പഞ്ചസാരയും, പിന്നെ ഞാൻ ലേശം കുറച്ച് ടേസ്റ്റ് കൂടാൻ ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരമൊക്കെ നിങ്ങളനുസരിച്ചിട്ട് ഇഷ്ടത്തിന് എടുത്താൽ മതി. ഞാൻ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ നിൽക്കലേ ഇല്ല. അപ്പോൾ 2 പുഡിങ്ങിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. പിന്നെ ഇതന്നെ എല്ലാ കുട്ടികളും എപ്പോൾ നോക്കുമ്പോൾ ഒരു പുഡിങ്ങിന് ഉണ്ടാക്കാൻ പറയലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരിക്കൽ ഉണ്ടാക്കുമ്പോൾ എന്നാലും വീഡിയോയിൽ ഇഷ്ടപ്പെടുന്ന പുഡിങ്ങൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ, അവർക്ക് കൂടുതൽ ട്രൈ ചെയ്ത് വെക്കാമല്ലോ, അറിയാത്ത ആൾക്കാർക്കല്ലോ. പാലൊക്കെ തിളച്ച് വന്ന ശേഷം കുറച്ച് ചൂടായ ശേഷം ഈ ഒരു കസ്റ്റർഡ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം നല്ലോണം തിളച്ചാൽ ഈ ബബിൾസൊക്കെ ഇങ്ങനെ പൊങ്ങി വരുമല്ലോ, ആ സമയത്ത് നമുക്ക് ഓഫാക്കി കൊടുത്താൽ മതി.
ഇനി ഞാൻ നമുക്കിത് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഫ്രഷ് ക്രീമില്ലേ അതാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ സാധാരണ 1 ലിറ്റർ ചെയ്യുന്നതാണെങ്കിൽ സാധാരണ ഇതിൻ്റെ പകുതിയേ വേണ്ടൂ. ഇതിനൊരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഫ്രഷ് ക്രീമും പിന്നെ കണ്ടൻസ് മിൽക്കും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നതിന് ഫുള്ളായിട്ട് 2 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് വേണ്ടി ബ്രെഡ് ഇതിലേക്ക് വേണ്ട ബ്രെഡിൻ്റെ ആണല്ലോ പുഡിങ്. അപ്പം ജസ്റ്റ് ഏകദേശം ഒരു 10 നിങ്ങൾ പുഡിങ്ങിന് അളവിൻ്റെ ട്രെയിൻ അനുസരിച്ചിട്ട് എടുത്താൽ മതി. ഏകദേശം 1 ലിറ്ററോളം പാൽ വരുന്നതാണല്ലോ. അപ്പോൾ ഏകദേശം ഒരു 10, 12, 13 ബ്രെഡ് തന്നെ വേണ്ട ഒരു ഇതിന്. അപ്പോൾ ഓരോന്നിൻ്റെ ഇതിന് 4 ഭാഗത്തിൻ്റെ സൈഡ് കട്ട് ചെയ്ത് വെക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത്ര വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. ഈസി തന്നെ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് അളവ് ജസ്റ്റ് നോക്കി വെച്ചതാട്ടെ ഇത്. ഇങ്ങനെ ഇതൊക്കെ എത്ര വേണ്ടിയിരുന്നൊക്കെ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ പലതും ചെയ്ത് വെക്കല്ലോ ഇതിൽ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ അടിഭാഗത്തൊന്ന് ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അതിൽ കറക്റ്റ് നിന്നോളൂ. ജസ്റ്റ് ഇങ്ങനെ സ്ലിപ്പ് ഇന്നലെ ഇളകി കളിക്കൊന്നുമില്ലല്ലോ. അപ്പം കറക്റ്റ് എന്താക്കാൻ പറ്റും, നമുക്ക് അതിൻ്റെ വില വെച്ച് കൊടുക്കാൻ പറ്റും. സാധാരണ കാണുന്നത് വെച്ചാൽ അടിഭാഗത്ത് ബ്രെഡ് വെച്ചതിന് മേലെയാണ് ഒഴിച്ച് കൊടുക്കുന്ന ആണൽ. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുറച്ച് കറക്റ്റ് അവിടെ നിന്നോളുമല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ബ്രെഡ് വെച്ചിട്ടില്ല, അതിൻ്റെ മേലെ നമുക്ക് ഒരു മറ്റേ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ആക്കി വെച്ചില്ല, അത് ഇതിലേക്ക് പാലിൻ്റെ ഒഴിച്ച് കൊടുക്കട്ടെ. നമുക്ക് അതിൻ്റെ മേലെ നേരത്തെ പിന്നെ കണ്ടൻസ് മിൽക്കും ഫ്രഷ് മിൽക്കും മിക്സ് ആക്കി വെച്ചിട്ടില്ല, അതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ നമുക്ക് എന്താക്കാം, നിങ്ങളുടെ എന്ത് നട്ട്സാണ് ഉള്ളത്, നട്ട്സോ അല്ലെങ്കിൽ പിസ്ത ജസ്റ്റ് ഇതിനെ കുറച്ച് ഒന്നാമത്തെ ലെയറാണല്ലോ, അതിൻ്റെ മേലെ കടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ല, അങ്ങനെയാണ് കേട്ടോ. അതിൻ്റെ മേലെ നമുക്ക് ഞാൻ രണ്ടാമത്തെ ബ്രെഡിൻ്റെ സൈഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളൊന്ന് കംപ്ലീറ്റ് ആക്കുക. അതിൻ്റെ മേലെ നേരത്തെ മാറ്റി വെച്ച് ഈ കണ്ടൻസ് മിൽക്കിൻ്റെ ഒരു ബാക്കിയുണ്ടല്ലോ, അത് ഇതിന് മേലെ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കട്ടോ. പിന്നെ ഇതിലേക്ക് ബദോ നിങ്ങൾക്ക് ഏത് വിധത്തിലാണ് ഇതിൻ്റെ ഡെക്കറേറ്റ് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യട്ടോ. നട്ട്സോ ബദായിക്കോട്ടെ അല്ലെങ്കിൽ പിസ്ത ആയിക്കോട്ടെ. എൻ്റെ അടുത്ത് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ചെറിയ ഒരു ബോൾ ഷേപ്പ് വരുന്നില്ല, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തതാണ്. അങ്ങനെ അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് വെക്കുക. കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ മടുക്കാത്തൊരു ഇങ്ങനെ പെട്ടെന്ന് മടുക്കൊന്നുമില്ല, കഴിച്ചുകൊണ്ട് തന്നെ നിന്നു. നല്ല ടേസ്റ്റാണിത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും ആക്കിയ പുഡിങ് അടുത്ത് തന്നെ അവിടെയാണ് ഞാൻ നിങ്ങളോട് എത്ര ടേസ്റ്റ് ഉണ്ട് പറയുന്നത്. നമുക്ക് വീണ്ടും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യട്ടാം. ഇനി അടുത്ത പണി എന്ന് വെച്ചാൽ ഈ ഒരു വണ്ണാമ്പിലില്ലേ, വണ്ണാമ്പി നമ്മുടെ നാട്ടിൽ പറയട്ടെ, കണ്ണൂർ നമ്മളിങ്ങോട്ട് മട്ടന്നൂർ ഭാഗത്തൊക്കെ ശരിക്കും മാറളെന്ന് പറയുന്നു അല്ലേ. ഈ മാറളൊക്കെ ക്ലീൻ ആക്കലാണ്. ഒരു 10 ദിവസം കൂടുന്നതനുസരിച്ചിട്ടുണ്ട്, 2 ആഴ്ച കൂടുന്നതനുസരിച്ചിട്ട്. പിന്നെ പുതിയ വീടൊക്കെയാണ് അങ്ങനെ അങ്ങ് കൂടിക്കൊടുക്കുന്നില്ല. ജസ്റ്റ് ഇനി 2 ആഴ്ച കൂടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക വേണ്ടു. ഈ ബെഡ്റൂം പ്രത്യേകിച്ച് സീലിങ്ങിൻ്റെ ഭാഗത്തൊക്കെ ഉറപ്പായിട്ടും ഈ ഒരു അരുഭാഗത്തൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ കർട്ടൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ഈ ലൈറ്റ് ഇട്ടാലാണ് മെയിനായിട്ട് കാണുക, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ തന്നെ ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ആയിക്കോട്ടെ, നമ്മൾ ഈ ഒരു മാറാല ജനലിൻ്റെ കമ്പികൾ ഈ കാർട്ടിൻ്റെ പൂൾ അതൊക്കെ ആഴ്ചക്ക് ഒരു 10 ദിവസം കൂടുമ്പം ഏറ്റവും നല്ലതായിട്ട് ഇത് വൃത്തിയാക്കാൻ തന്നെ. നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കഴിച്ചാൽ സ്വിച്ചിൻ്റെ ഭക്ഷണം കഴിച്ച കൈയോടെ തന്നെയായിരിക്കും സ്വിച്ചിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ വൃത്തിയാക്കുക. ഇവിടെ പോയി സ്വിച്ചൊക്കെ ഇടാൻ നിൽക്കലാം, അതൊക്കെ ഉറപ്പായിട്ട് അധികം വീടുകളൊക്കെ പോയി കാണലുണ്ട്. സ്വിച്ചിൻ്റെ മേലെ ഭാഗത്ത് ഫുള്ളി ഭക്ഷണത്തിൻ്റെ ഒക്കെ കുട്ടികളല്ലേ, നമ്മളൊക്കെ പണ്ടങ്ങനെ ആയിരിക്കും. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയല്ലോ. അതൊക്കെ ജസ്റ്റ് വേദന ക്ലീൻ ആക്കിയാൽ അത് സാധാരണ ഇപ്പോഴത്തെ പെയിൻ്റൊക്കെ മാറ്റം തന്നെയാണല്ലോ, അതേ ക്ലീനാക്കി ആദ്യത്തെ പോലെ തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഈ എനിക്കിതൊരു വീഡിയോസ് കാണുന്ന സമയത്ത് കമൻറ്റ് കാണാണ്ട് ഹോം ഡെക്കർ ഐറ്റംസ് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് കാര്യങ്ങൾ ഫ്ലവർ പോട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ വാങ്ങിച്ച് ചോദിക്കലുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ റീൽസൊക്കെ കാണുമല്ലോ. അതുപോലെ തന്നെ തൃശ്ശൂർ, കോട്ടയം, പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് എന്നൊക്കെ പറയുന്നത് ഓൺലൈനിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അടിച്ചാണ് ഈ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ടാണ്. ബാക്കിയൊക്കെ സാധനം വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഓരോ ഷോപ്പിലൊക്കെ കാണുമല്ലോ, ഈ ചെടിയൊക്കെ നല്ല നല്ല കളേഴ്സിൻ്റെ ഒക്കെ. അങ്ങനെ ഇഷ്ടപ്പെട്ട സാധനം വീട്ടിൽ കൊണ്ടുവന്ന മുന്നേ തന്നെ എല്ലാം വാങ്ങിച്ച് ഞാൻ വെച്ചതാട്ടെ. ഇതൊക്കെ നമ്മൾ വീടിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥയോടെ എന്ന് പറയുമ്പോൾ മടിയില്ല, എല്ലാവർക്കും മടി ഉണ്ടാകും. എന്നാൽ നമ്മൾ സ്വന്തം ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴാണ് അതിൻ്റെതായ വീടിനും ഭംഗി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ. അതുപോലെ തന്നെ വീട് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക തന്നെ. നമ്മൾ എത്രത്തോളം വീടിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ടൈം വീട് ഫ്രീ ആക്കണം, വീടിനെ ഇങ്ങനെ ഒരുക്കണം എന്നല്ല, നമ്മളതായ ഫ്രീ ടൈം കണ്ടെത്തിയിട്ട് ഓരോ ദിവസങ്ങൾ ചെയ്തെടുത്താൽ വളരെ പെട്ടെന്ന് അധികം വലിയ പണിയില്ലാണ്ട് തന്നെ വീട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്ക്.
ഉമ്മാൻ്റെ കിച്ചണിലൊക്കെ ചെന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഉമ്മ സാമ്പാറും ചോറ് ഉണ്ടാക്കുന്നത്. രാവിലെ നാസ്ത ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഉമ്മ പറഞ്ഞ് സാമ്പാറും ചോറ് ഉണ്ടാക്കാന്ന് പറഞ്ഞ്. അപ്പോൾ രാവിലെ നാസ്തയുടെ പണിയൊന്നും ഇല്ലല്ലോ. അടിപൊളി സാമ്പാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉമ്മാൻ്റെ സാമ്പാർ. അതുപോലെ തന്നെ എനിക്ക് സാമ്പാർ വലിയ ഇഷ്ടമാണ്. നമ്മളെല്ലാ എന്താ പറയുക എല്ലാ ഇപ്പോൾ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുന്നില്ല. ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം അങ്ങനെ ഉണ്ടാക്കലുള്ളൂ. കാരണം വെച്ചാൽ കുട്ടിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ മിന്നുനൊക്കെ സ്കൂളിൽ ഡെയിലി സാമ്പാറും ചോറും കാര്യമൊക്കെ അതൊക്കെ അതിനകത്ത് കിട്ടുന്നത് തന്നെയാണല്ലോ. നമുക്കല്ലേ വല്ലപ്പോഴും സാമ്പാർ ഉണ്ടാക്കൽ. അപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയ ദിവസം നമ്മൾ പിറ്റേ ദിവസം നമ്മൾ എന്താക്കുകയെന്ന് വെച്ചാൽ ഇഡ്ഡലി ആക്കും കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കോമ്പിനേഷൻ ഇഡ്ഡലിയും സാമ്പാറും. പിന്നെ അടുത്ത മെയിനായിട്ടുള്ള പണി നമ്മൾ അടിച്ചു വാരലല്ലേ. അടിച്ചു വാരൽ തുടക്കലാണ് മെയിനായിട്ടുള്ള പണി. എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടി കുറച്ചും കൂടിയും എനിക്ക് മെനക്കെട്ടുള്ള പണി എന്ന് വെച്ചാൽ ക്ലീനിങ് പണിയാണ് അല്ലേ. നമ്മളൊരു ബെഡ്ഷീറ്റ് മുട്ടലും വൃത്തിയാക്കലും അല്ലെങ്കിൽ ക്ലീനാക്കലും, കുട്ടികളെ ഈ ഒരു സ്റ്റഡി ടേബിളിട്ട് പണികൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുട്ടികളതായ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുള്ള ഒരു വൃത്തിയാക്കില്ലേ, അതിനാണ് എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ടൈം എടുക്കലല്ലേ. കാരണം നമുക്ക് അടിച്ചു വാരാൻ തുടക്കലും ഞാൻ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഒരു റൂം ക്ലീനാക്കിയ ശേഷം അടിച്ചു വാരി നിൽക്കൽ അങ്ങനെയായിരുന്നു. ഇപ്പം ചെയ്യുന്ന വെച്ചാൽ എല്ലാം ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞ ശേഷം ലാസ്റ്റാണ് അടിച്ചു വാരി നിൽക്കൽ. അല്ലെങ്കിൽ വലിയൊരു പണി തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാം ഓരോന്നോരോന്ന് ക്ലീനാക്കി ചെയ്യുമ്പോൾ അടിച്ചു വാരലൊക്കെ മൊത്തം ക്ലീനാക്കിയ ശേഷം അടിച്ചു വാരുന്നത് ഏറ്റവും ബെറ്ററായി തോന്നിട്ട് എനിക്ക്. ഇപ്പം മഴക്കാലമൊക്കെ അങ്ങനെയാണല്ലോ. അങ്ങനെ വലുതായിട്ടുള്ള പൊടിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ ബെഡ്റൂമിലൊന്നും അങ്ങനെ ആഴ്ചയൊക്കെ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റി നിൽക്കലുള്ളൂ. കാരണം കുട്ടികളൊക്കെ അങ്ങനെ ഈ ഒരു മണ്ണ് കയറി കളിക്കലോ മണ്ണ് പൊടിയോ ഒന്നും പാറുന്നില്ലല്ലോ. എപ്പോഴും മഴയൊക്കെ തന്നെയാണല്ലോ. അതുപോലെ തന്നെ ഉണങ്ങാനും അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആഴ്ചക്കാന്ന് ഇപ്പം ബെഡ്ഷീറ്റൊക്കെ മാറ്റി നിൽക്കൽ ഞാൻ, പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് കേട്ടോ. കുട്ടികൾ പുറത്തിറങ്ങി കളിക്കലോ സൈക്കിൾ പോക്കോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ നേരെ കുളിച്ച് പിന്നെ അകത്തിൻ്റെ എങ്ങനെ ഉണ്ടാകുക. ഈ ഒരു ഡ്രസ്സ് ഞാൻ കണ്ണൂരിൽ നിന്ന് സൂര്യ സിൽക്സില്ല ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു ആടി സെയിൽ. ജസ്റ്റ് അവിടെ പോയി കുറച്ച് ഡ്രസ്സ് ഫുൾ വിലക്കുറവായിരുന്നു കേട്ടോ. കുട്ടിയെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു മെറ്റീരിയലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എടുത്തത്. റേറ്റ് 50% ഓഫർ തോന്നും. 500-600 എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. ഞാൻ ലൈറ്റുകൾ ഇങ്ങനെ ഉപയോഗിക്കലേ ഇല്ല. പക്ഷേ ഈ ഒരു കളർ കണ്ടാൽ ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ എടുത്തു തന്നിട്ടാ. അടുത്ത ലിവിങ് റൂം അതുപോലെ തന്നെ ബെഡ്റൂംസ് വാതിക്കലൊക്കെ ക്ലീനാക്കി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി മെല്ലെ ഞാൻ വാഷ് ബേസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ വാഷ് എന്ന് വെച്ചാൽ ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യുന്ന അത്ര വലിയ പണി എനിക്ക് തോന്നലേ ഇല്ല. ഞാൻ ഡെയിലി വാഷ് ബേസ് ക്ലീൻ ചെയ്യും. അത് വേറെ കുട്ടികളൊക്കെ അധികം ഉപയോഗിക്കുന്ന സ്ഥലം തന്നെയാണുള്ളത്. കച്ച രാവിലെ ആയിക്കോട്ടെ ഉച്ചയ്ക്കായിക്കോട്ടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിവിടെ ഡെയിലി രാവിലെ ഞാൻ ജസ്റ്റ് അവിടെ അടുത്ത് തന്നെ ഹാൻഡ് വാഷ് ഉണ്ടാവുമല്ലോ, ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യലുണ്ട്. പിന്നെ അതിൻ്റെ പോട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഫ്ലവേഴ്സ് ചെടിയൊക്കെ ഞാൻ ആഴ്ചയൊക്കെ ജസ്റ്റ് ഒരു വട്ടം ഞാൻ തുടച്ചെടുക്കുക. അവിടെ വലിയ പണി എനിക്ക് തോന്നലേ ഇല്ല. ഡെയിലി അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ നമ്മൾ ആഴ്ചക്ക് 1-2 വട്ടം ഞങ്ങൾ ചെയ്യലുണ്ട് കേട്ടോ. നമ്മൾ എത്ര അവിടുന്ന് ഭക്ഷണം ഈ ഒരു മീൻ മുട്ട ഇറച്ചി ഒരു എല്ലാം ഇവിടുന്ന് ടേബിളിൽ നിന്ന് കഴിക്കുന്നത് തന്നെയാണല്ലോ. നമ്മൾ എത്ര അത് ക്ലീൻ ചെയ്താലും ഞാൻ ആഴ്ചക്ക് 1-2 വട്ടം ഞാനിങ്ങനെ ചെയ്യില്ല കേട്ടോ. ജസ്റ്റ് ഹാൻഡ് വാഷിട്ട് ഒന്നിങ്ങനെ കഴുകും ഞാൻ. അതിന് ശേഷം ഞാൻ ഡെറ്റോൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് 1-2 വട്ടം ഇങ്ങനെ വൈപ്പ് കൊണ്ട് കഴുകിയെടുക്കും കേട്ടോ. ഒരു സ്മെല്ലോ എപ്പം ഫ്രഷായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല നീറ്റോടെ നിൽക്കും ടേബിളിൻ്റെ ഒരു ഭാഗത്തൊക്കെ. പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് പെട്ടെന്ന് ഒരു സ്മെല്ല് തുടച്ചാലൊന്നും പോകില്ലല്ലോ. ഇങ്ങനെ ചെയ്താലേ എപ്പം നല്ല നീറ്റോടെ നിൽക്കും കേട്ടോ. ഈ ഒരു ഡൈനിങ് ഏരിയ വെച്ചാൽ നമ്മൾക്ക് വിരുന്നുകാർക്കുള്ള ഭക്ഷണങ്ങളുടെ സ്ഥലത്ത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഏരിയ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ഡെയിലി എന്താ പറയുക ആഴ്ചക്ക് 1-2 വട്ടം ഇങ്ങനെ ചെയ്താൽ നമ്മൾ എന്താ പറയുക ഡൈനിങ് ഏരിയ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടല്ലോ. എപ്പം നല്ല ഫ്രഷോടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഈ വീട്ടമ്മമാർക്ക് ഈ ഒരു ക്ലീനാക്കൽ മാത്രമല്ലല്ലോ, വീട്ടമ്മമാർക്ക് ഫുഡ് നോക്കൽ അതുപോലെ തന്നെ വീട്ടു ജോലി ക്ലീനിങ് കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കൽ മദ്രസ അല്ലെങ്കിൽ സ്കൂൾ അതിൻ്റെ എക്സാമിൻ്റെ അടുത്ത് വരുന്നതാണ് എല്ലാ കാര്യവും നമ്മൾ എന്താ ചെയ്യുക മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നില്ല. അത് സത്യം പറഞ്ഞാൽ നമ്മളത് പൊരുത്തപ്പെട്ട് വരുത്താന്ന് പരിഭവം ഇടയ്ക്ക് പറയുമെങ്കിലും നമ്മൾ തന്നെ ചെയ്താൽ അത് വൃത്തിയാകുന്ന ചിന്തയിലേക്ക് നമ്മൾ ആകുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ എന്താ പറയുക എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് വേറെ ആരും അത് ചെയ്തിരുന്നാൽ നമുക്ക് തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് നമ്മളായ രീതിയിൽ മടിയൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ അടുക്കളയിലേക്ക് ഇറങ്ങുന്നതും വീടൊക്കെ വൃത്തിയാക്കി വരുന്നത് തന്നെ. അതുകൂടാതെ തന്നെ നമ്മൾ മെയിനായിട്ട് പ്രവാസികളെ ഭാര്യമാർക്കാണ് കുറച്ചും കൂടിയും നമ്മളെ തല പുകയുക. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യവും നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണമല്ലോ. അവരെ പൈസ കാര്യങ്ങൾ കുട്ടികളെ നമ്മൾ എല്ലായിടത്തും ഓടി എത്തണമല്ലോ. അവർ കണക്ക് കാര്യങ്ങൾ ശരിക്കും അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പ്രവാസികളെ ഭാര്യക്ക് പ്രത്യേകിച്ച് അത് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഭർത്താക്കന്മാർ അവരാണ് പകുതി കാര്യങ്ങൾ ഈ സാധനം കാര്യങ്ങൾ വീട്ടിലേക്കുള്ള ആവശ്യങ്ങളെല്ലാം അവരെന്നെ നോക്കുക. എന്താ വേണ്ട വീട്ടിലേക്ക് വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അതും കൂടി ഹാൻഡിൽ ചെയ്യണമല്ലോ. അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്.
ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജ് ക്ലീനിങ് കേട്ടോ. ഞാൻ കുറച്ചൊരു 10 ദിവസം മുന്നേ ഫ്രിഡ്ജ് ക്ലീനാക്കി ഉണ്ടായിരുന്നേ. ഇതിന് ഞാൻ നമ്മുടെ സാധനം കൊണ്ടേ ദിവസമായതുകൊണ്ട് ഞാൻ ഈ പച്ചക്കറിയും കാര്യങ്ങളും പിന്നെയും ഇതിൽ ഫ്രിഡ്ജിലേക്ക് കയറ്റണ്ടേ. പിന്നെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന്. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ ദിവസം കാണിക്കാൻ മാസത്തിലൊരു വട്ടം ഫ്രിഡ്ജ് ക്ലീനാക്കുന്ന വീഡിയോ ഇടുന്നുണ്ട്. അതിൽ എന്തൊക്കെ ചേർത്തിട്ടാണ് ഫ്രിഡ്ജ് ക്ലീനാക്കി ഞങ്ങൾക്ക് കാണിക്കാട്ടെ ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുന്നതും ഗ്ലാസും കാര്യങ്ങളൊക്കെ. ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗത്തൊക്കെ നമ്മൾ ഡെയിലി കിച്ചണിൽ നമ്മൾ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഇവിടെ തുറക്കലും ഓപ്പണാക്കുക ക്ലോസൊക്കെ ചെയ്യുന്നുണ്ട്. പുറം എല്ലാ ദിവസം എല്ലാ കിച്ചൻ്റെ പണിയും കഴിഞ്ഞ് ക്ലീനിങ് ലാസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഉള്ളു ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും തുടച്ച ഗ്ലാസ് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് പിന്നീട് അത് കാണിക്കട്ടെ. ഞാൻ അങ്ങനെ ലാസ്റ്റ് വെച്ചാൽ നമ്മൾ ക്ലീനിങ് വന്നിട്ടാണ് തുടക്കലാണ് ഫുള്ള് വൃത്തിയാക്കി ലാസ്റ്റ് ഭാഗമാണ് വർക്ക് ചെയ്യാൻ എല്ലാം ക്ലീനാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് സമാധാനം എല്ലാ പണിയും തീർന്നിട്ടാം. ഇനി എന്താ പറയുക ഒരു 10 ദിവസത്തേക്കൊന്നും അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുകയേ വേണ്ടല്ലോ. ഫ്രിഡ്ജിൻ്റെ ക്ലീൻ ആയിക്കോട്ടെ, ഈ മാറാളെ ക്ലീൻ ആക്കൽ അങ്ങനത്തെ ഒന്നും കുറേ നമുക്ക് കുറേ റിലാക്സ് ആയാലോ. ഒരു മാസത്തിലൊരിക്കൽ ചെയ്യുമ്പോൾ അന്ന് വല്ലാത്ത പണിയെ തോന്നുക. പക്ഷേ എല്ലാം കുറേ ആയി പോകുമല്ലോ. എല്ലാ ജോലിയും അതിൻ്റെ ഇരട്ടിയായി നിൽക്കുക ചെയ്യുക. നമ്മളെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടൊന്ന് ഫ്രഷായിട്ടാം സമാധാനം ഇരിക്കുമ്പോൾ ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് രാത്രി കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം കൊണ്ടുവന്നത് പിന്നെയും നമുക്ക് ഇരട്ടിപ്പണി തന്നെ ഇട്ടാം. കാരണം വെച്ചാൽ നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ ഒരു ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് സമാധാനം ഉണ്ടാവില്ല. രാത്രി സാധനമൊക്കെ വന്നില്ല എല്ലാം എടുത്ത് വെക്കാൻ മെയിനായിട്ടുള്ള പണി ഇട്ടാം. എല്ലാം അത് സ്ഥാനത്തിൻ്റെ എല്ലാം പാത്രങ്ങളായിക്കോട്ടെ എല്ലാം ഇട്ട് വെക്കണമല്ലോ. അങ്ങനെ സാധനമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തെല്ലാം വൃത്തിയാക്കി ഓരോന്നോരോന്ന് അടക്കിച്ചിട്ട് വെക്കലാന്ന് മെയിനായിട്ടുള്ള പണി. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച് രാവിലത്തേക്കെല്ലാം സെറ്റാക്കി വെക്കാം. പിന്നെ നമുക്ക് മനസ്സ് വരുന്നില്ല. കാരണം രാവിലെ പരിപാടി ഉണ്ട്. ചില മിക്കാൻ്റെ ഉമ്മാൻ്റെ ആണ്ടായിരുന്നു കേട്ടോ. മരിച്ചതിൻ്റെ ഉമ്മാൻ്റെ ആണ്ട് ഇവിടെ നിന്ന് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചും കൂടി സാധനമൊക്കെ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് രാവിലത്തേക്ക് പിന്നെ വീണ്ടും കുറച്ച് പണി അധികമാകുമല്ലോ. ഇതന്നെ അവിടെയെല്ലാം സെറ്റാക്കി വെച്ചാൽ പിന്നെ രാവിലെ ഈ ഒരു ഭാഗം ചിന്തിക്കുകയേ വേണ്ടല്ലോ. അപ്പം എല്ലാം ഓരോന്നിട്ട് എടുത്ത് വെക്കലാന്ന്. ഞാനൊക്കെ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഈ സാധനം ഞാൻ ടൗണിൽ പോയിട്ട് കൊണ്ടുവരുത്താൻ നട്ടാം. പിന്നെ അതൊക്കെ കൊണ്ടുവന്നാൽ തന്നെ ഞാൻ കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കുക ഞാൻ തിരിഞ്ഞ് നോക്കലേ ഇല്ല. ഇപ്പം നമുക്ക് നമ്മളതായ രീതിയിൽ പണിയെടുക്കുമ്പോൾ ഇതിനൊക്കെ ഓരോ പണിക്കും അതിൻ്റെതായ വില ഉണ്ടെന്ന് മനസ്സിലാകുന്നല്ലേ. എല്ലാം ഓരോ കാര്യം ഓരോ പാക്കറ്റ് സിബ്ലോക്കെ ഇട്ട് വെക്കണം. ഒരു കണക്കിന് ഈ ഒരു കറിവേപ്പില മല്ലിയില പിന്നെ പച്ചക്കറി സിബ്ലോക്കെ ഇട്ട് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതല്ല, അങ്ങ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം ഇത് നാട്ടിൽ കിട്ടുമെന്ന് അറിയില്ല. ഇത് കിട്ടുന്നത് തന്നെ അത്രയും ഉപകാരം കേട്ടോ. ഇതൊരു പച്ചക്കറിയൊക്കെ മല്ലിയിലൊക്കെ നിങ്ങൾ വടുത്തേ ഇല്ലല്ലോ. അങ്ങനെല്ലാം ഓരോന്നോരോന്ന് ഇട്ട് വെക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഏകദേശം സമയം ഒരുപാടായി കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് ക്ലീനിങ് ഒക്കെ ഡേ ആക്കിയോണ്ട് ക്ലീൻ ഡേ ആയതുകൊണ്ട് ഫുള്ള് ഏകദേശം സൈഡായി ഞാൻ. നമുക്കിനി പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്ക് തന്നെ പണി ഉണ്ടാകാം. എല്ലാ ദിവസവും ഇതന്നെ പണിയാണെങ്കിലും നമ്മളിത് ചിന്തിക്കുകയും തന്നെ എല്ലാ ദിവസവും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. നമുക്ക് ഇതന്നെ പണി, ജോലിയില്ല, അതുപോലെ തന്നെ ലീവ് കിട്ടുന്നില്ല, ലീവില്ല എന്നൊക്കെ നമ്മളിപ്പോൾ ഒരു പരിഭവം പറയുന്നതാണെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക, അൽഹംദുലില്ലാ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടും അല്ലേ, നമുക്ക് വീടൊക്കെ പോയി നമ്മളെ വീടിന് വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നത്. അൽഹംദുലില്ലാ എന്നാലും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയുക ആഴ്ചയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന് തന്നെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ ഉറപ്പായും മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം.